കടലുണ്ടിയിൽ തന്നെയാണ്. ഇന്നലെ അപ്പോൾ രാത്രി ബിഞ്ചേട്ടനും ഞാനും കൂടി പൊരിച്ച എന്താ പറയുക ഐക്കോറൊക്കെ കഴിച്ചിട്ട്, ഐക്കോറയും പത്തിരിയാണ് കഴിച്ചത് രാത്രിയിൽ. ഉച്ചക്കത്തെ ലഞ്ച് ഭയങ്കര ഹെവി ആയത് കാരണം കുറച്ച് ഭക്ഷണമേ രാത്രി കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നത് ഓർമ്മയുണ്ട്, ശരിക്കും നന്നായിട്ട് ഉറങ്ങി. വിനോദേട്ടൻ്റെ വീടിൻ്റെ മുകളിൽ നമുക്ക് അനുവദിച്ച റൂമിൻ്റെ പുറത്തൊരു ബാൽക്കണി പോലത്തെ സ്പേസ് ഉണ്ട്, അവിടെ കടന്ന് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി അവിടെ കടന്നു. ഈ പുഴയിൽ നിന്നുള്ള കാറ്റ്, ശരിക്കും നല്ല കാറ്റ് കിട്ടും രാത്രിയിൽ. അപ്പോൾ സുഖമായിട്ട് ഉറങ്ങി. ഇപ്പോൾ എണീറ്റിട്ട് ബിഞ്ചേട്ടനും ഫാമിലിയും ഒരു അത്യാവശ്യമുണ്ട്, അപ്പോൾ അവർക്ക് നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ട് നേരത്തെ പോയി. അപ്പോൾ എനിക്കിനി കോഴിക്കോടാണ് പോകേണ്ടത്. കോഴിക്കോട് ചെറിയൊരു ആവശ്യമുണ്ട്. അതിൻ്റെയോടൊപ്പം ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ ബേപ്പൂർ ഒരു ബോട്ട് സർവീസ് ഉണ്ടെന്ന് കേട്ടു, കുറച്ചൊരു ലക്ഷറി ആയിട്ടുള്ളൊരു ബോട്ട് സർവീസ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നും കൂടി നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട്. കാലത്തെണീറ്റ് ബാൽക്കണിയിൽ നിന്ന് പുഴയിലേക്ക് നോക്കുമ്പോൾ നല്ല സൂപ്പർ കാഴ്ചയാണ്. പുഴയിൽ കൊട്ടവഞ്ചിയിൽ രണ്ടുപേരും മീൻ പിടിക്കുന്നു. ആദ്യം കണ്ടത് ഒരെണ്ണമാണ്, പക്ഷേ പിന്നെ നോക്കുമ്പോൾ വേറെയും കൊട്ടവഞ്ചികളുണ്ട്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഈ പുഴയിൽ ഇങ്ങനെയുള്ള ഈ കൊട്ടവഞ്ചിയിലുള്ള മീൻ പിടുത്തം. ഏതായാലും അത് കുറച്ചു നേരം കണ്ടു നിന്നു. ഇവർ ഈ മീൻ പിടിക്കുന്നവർ ഈ നാട്ടുകാരല്ല, മലയാളികൾ പോലും അല്ല. വിനോദേട്ടനാണ് പറഞ്ഞത് ഇവർ കർണാടകയിൽ നിന്ന് വന്നവരാണ്. ഇവരിങ്ങനെ ഈ കൊട്ടവഞ്ചി കൊണ്ട് ഓരോ സ്ഥലത്തുകൂടി ഇങ്ങനെ യാത്ര ചെയ്യും. അവിടെ ഇങ്ങനെ കുറച്ച് കാലം നിന്ന് അവിടുന്ന് മീനൊക്കെ പിടിച്ചിങ്ങനെ ജീവിക്കും. പക്ഷേ ഞാൻ ഒരുപാട് നേരം നോക്കി നിന്നിട്ടും അവർക്കൊരു മീൻ പോലും കിട്ടുന്നത് ഞാൻ കണ്ടില്ല. പാവങ്ങൾ കുറേ നേരം കഷ്ടപ്പെട്ടു, ഒന്നും കിട്ടിയില്ല. പക്ഷേ ആ സമയത്ത് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ബോട്ടിൻ്റെ ഡീറ്റെയിൽസ് കിട്ടി. ബേപ്പൂരാണ് ആ ബോട്ട് സർവീസ് നടക്കുന്നത്. ബേപ്പൂർ ആ സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് വാൻസൺ ഷിപ്പിംഗ് എന്ന കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിയുടെ അമരക്കാരൻ ക്യാപ്റ്റൻ ഹരിദാസ് സാറിനെ എനിക്ക് ഫോണിൽ കിട്ടി. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഉച്ചക്ക് ഉള്ള ട്രിപ്പിലേക്ക് എന്നോട് ചെല്ലാൻ പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇവിടുന്ന് ഇറങ്ങാൻ തീരുമാനിച്ചത്. അപ്പോൾ അതുവരെ ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ കണ്ട ഈ റിവർ വ്യൂ ഹോം സ്റ്റേയുടെ പരിസരത്ത് വിനോദേട്ടൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന പാർക്കിൽ കുറച്ച് നേരം പോയിട്ട് സമയം ചെലവഴിച്ചു. അവിടെ ഇങ്ങനെ കിടക്കുമ്പോഴാണ് ഒരു കാക്കയെ ശ്രദ്ധിച്ചത്. കുറേ നേരമായിട്ട് പുള്ളിക്കാരൻ ആ തെങ്ങിൽ നിന്ന് ഒരു ഓലക്കീറ് ചീന്തി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വിനോദേട്ടൻ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിച്ചു. വിനോദേട്ടൻ്റെ ഈ റിവർ വ്യൂ ഹോം സ്റ്റേയുടെ കൂടുതൽ വിശേഷങ്ങളും കടലുണ്ടിയുടെ മറ്റു കൂടുതൽ കാഴ്ചകളും അടങ്ങിയ ഒരു വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണുക. കടലുണ്ടിയുടെ കാഴ്ചകൾ കാണാനും ഇവിടെ ഈ പുഴയുടെ തീരത്ത് ഒരു ഹോം സ്റ്റേയിൽ വളരെ കുറഞ്ഞ നിരക്കിൽ താമസിക്കാനും ഇവിടുത്തെ ഈ നാടിൻ്റെ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കാനും ഈ മൊത്തത്തിൽ കടലുണ്ടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വിനോദേട്ടനെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം. കോൺടാക്ട് നമ്പറും അഡ്രസ്സും ബാക്കി മാപ്പും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വെക്കുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഇനി ബേപ്പൂരിലെ കാഴ്ചകളും അതുപോലെ ആ ബോട്ട് യാത്രക്കും വേണ്ടി ഞാൻ വിനോദേട്ടൻ്റെ ഹോം സ്റ്റേയിൽ നിന്നും ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. അവിടുന്ന് ചാലിയത്തേക്കുള്ള ബസ് കിട്ടി. വെറും 4 കിലോമീറ്റർ മാത്രമേ ചാലിയത്തേക്കുള്ളൂ. ചാലിയം എത്തി അവിടെ ഫിഷ് മാർക്കറ്റിൻ്റെ മുമ്പിൽ ബസ് ഇറങ്ങി.
ചാലിയത്ത് നിന്ന് ബേപ്പൂരിലേക്ക് ജങ്കാറിലാണ് പോവേണ്ടത്. അപ്പോൾ ഞാൻ ചാലിയ മാർക്കറ്റൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാം എന്ന് വിചാരിച്ചു. പക്ഷെ നോക്കുമ്പോൾ ബേപ്പൂരിലേക്കുള്ള ഒരു ജങ്കാർ ഇങ്ങനെ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഓടിച്ചെന്ന് 5 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ജങ്കാറിലേക്ക് കയറി. അങ്ങനെ ഞാൻ ജങ്കാറിൽ ചരിത്രപ്രസിദ്ധമായ ബേപ്പൂരിൽ വന്നിറങ്ങി. കോഴിക്കോട് ജില്ലയിലെ ഒരു ചെറിയ കടലോര ഗ്രാമമാണ് ബേപ്പൂര്. പണ്ട് വൈപ്പുര, വടപറപ്പനാട് എന്നിങ്ങനെയൊക്കെയാണ് ബേപ്പൂര് അറിയപ്പെട്ടിരുന്നത്. മലബാർ ആക്രമിച്ച് കീഴടക്കിയ ടിപ്പു സുൽത്താൻ ബേപ്പൂരിൻ്റെ പേര് സുൽത്താൻ പട്ടണം എന്നാക്കി മാറ്റിയിരുന്നു. ഒരു ചെറിയ തുറമുഖവും സുന്ദരമായ ഒരു കടൽ തീരവും പിന്നെ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായിട്ടുള്ള ഒരു കടലിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു വലിയ കടൽപ്പാലവും ഒക്കെ ഇവിടെയുണ്ട്. കേരളത്തിലെ പുരാതനമായ തുറമുഖങ്ങളിൽ ഒന്നാണ് ബേപ്പൂർ തുറമുഖം. മധ്യപൂർവ്വ ദേശങ്ങളുമായിട്ട് ബേപ്പൂർ തുറമുഖത്ത് നിന്ന് ചരക്കു ഗതാഗതം ഉണ്ടായിരുന്നു പണ്ട്. ഉരുക്കൾ എന്നറിയപ്പെടുന്ന തടി കൊണ്ടുള്ള കപ്പലുകൾ ഉണ്ടാക്കുന്നതിന് പ്രശസ്തമായിരുന്നു ബേപ്പൂർ. ഇന്നും അപൂർവമായിട്ട് ആണെങ്കിൽ പോലും ഉരുക്കളുടെ നിർമ്മാണം ഇവിടെ നടക്കുന്നുണ്ട്. ഈ അറബികൾ വ്യാപാരത്തിനും മത്സ്യബന്ധനത്തിനുമൊക്കെ ആയിട്ട് ഈ കപ്പലുകൾ ഇവിടുന്ന് വാങ്ങിയിരുന്നു. ഇന്നും ചില ഉരുക്കൾ വിനോദസഞ്ചാര നൗകകളായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നല്ല വെയിലുണ്ട്. ഞാൻ ജങ്കാർ ഇറങ്ങിയ സ്ഥലത്തുനിന്ന് ഇടത്തോട്ടുള്ള റോഡിലൂടെ കുറച്ച് മുന്നോട്ട് പോയിട്ട് നമ്മുടെ കടൽപ്പാലത്തിൻ്റെ ഭാഗത്തുള്ള മറീന ജെട്ടിയിലാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന ബോട്ട് സർവീസിൻ്റെ ഓഫീസുള്ളത്. അപ്പോൾ അവിടെ വിളിച്ചപ്പോൾ ചെല്ലാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് നടന്നു. പോകുന്ന വഴിക്ക് അവധി ദിവസം കടലിൽ ചാടി കുളിച്ച് ആസ്വദിക്കുന്ന കുറേ കുട്ടികളെ കണ്ടു. സ്വന്തമായി കണ്ടുപിടിച്ച മുങ്ങാതിരിക്കാനുള്ള സംവിധാനം കൊണ്ടൊക്കെയാണ് കുട്ടികളുടെ കളി. അതിലൊരു കുട്ടി കുറച്ചുകൂടി അഡ്വാൻസ്ഡാണ്. അവനിങ്ങനെ ഈ തെർമോക്കോളിൻ്റെ പീസ് കയ്യിൽ പിടിച്ചിട്ട് നീന്തിയാൽ പോരാ. ഈ മുങ്ങാതിരിക്കാനുള്ള സംവിധാനം ഈ ലൈഫ് ജാക്കറ്റൊക്കെ പോലെ ശരീരത്തിൽ തന്നെ ധരിച്ചിട്ട് വേണം. അതിനുള്ള വഴി അവൻ തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചു.
കുട്ടികളുടെ കളി എത്ര നേരം കണ്ടിരുന്നാലും മതിയാവില്ല. പക്ഷേ ഒരുപാട് സമയം അവിടെ നിൽക്കാൻ പറ്റില്ല, നമ്മുടെ ബോട്ട് പോവും. അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് കണ്ടപ്പോൾ അവിടെ വെൽക്കം ടു ബേപ്പൂർ പോർട്ട് എന്നും പുളിമുട്ടിലേക്ക് സ്വാഗതം എന്നൊക്കെ ഓരോ ബോർഡുകളൊക്കെ കണ്ടു. വീണ്ടും കുറച്ചുകൂടി കയറി ചെല്ലുമ്പോൾ നമുക്കവിടെ ഈ ബേപ്പൂർ മറീന ജെട്ടി കാണാം. അവിടെ നിന്നാണ് നമ്മുടെ ഈ പറയുന്ന ബോട്ടിൻ്റെ സർവീസ് ആരംഭിക്കുന്നത്. ക്ലിയോപാട്ര, അതാണ് പൊതുജനങ്ങൾക്ക് കടൽ യാത്ര നടത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുതുതായിട്ട് ബേപ്പൂർ ആരംഭിച്ചിട്ടുള്ള സീ ക്രൂയിസിംഗ് ഫെറിയുടെ പേര്. അപ്പോൾ ഇപ്പോൾ ബോട്ട് കടലിൽ പോയിരിക്കുകയാണ്. കാലാവസ്ഥയുടെ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളത് കാരണം ഒരല്പം വൈകിട്ടാണ് ഈ ലാസ്റ്റ് ട്രിപ്പ് പോയത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന ആ ട്രിപ്പും 1 മണിക്കൂറോളം ലേറ്റാവും. അപ്പോൾ എനിക്ക് കുറച്ചധികം സമയം ഇവിടെ കിട്ടുന്നുണ്ട്. ഞാൻ ഏതായാലും കൗണ്ടറിൽ പോയിട്ട് അവിടെ സംസാരിച്ച് അടുത്ത ട്രിപ്പിലുള്ള എൻ്റെ സീറ്റ് ഉറപ്പിച്ചു. ബോട്ട് വരാൻ എന്തായാലും കുറച്ച് സമയമുണ്ട്. അടുത്ത ട്രിപ്പിലേക്ക് ടിക്കറ്റ് എടുത്ത് കാത്തു നിൽക്കുന്ന ആൾക്കാർക്ക് അവിടെ വെയിറ്റ് ചെയ്യാൻ ഒരു ചെറിയ ഷെഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. വെയിൽ കൊള്ളാതെ വെയിറ്റ് ചെയ്യാൻ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ബോട്ട് വരുന്നത് വരെ വെറുതെ കളയണ്ടല്ലോ. ഞാൻ എന്തായാലും ആ കടൽപ്പാലത്തിലും അതുപോലെ ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോയി. ഇതാണ് ബേപ്പൂർ പുലിമുട്ട്. തുറമുഖങ്ങളെയും തുറമുഖ കവാടങ്ങളെയും തിരമാലകളിൽ നിന്ന് സംരക്ഷിക്കുന്ന പ്രതിരോധ ചിറയാണ് തരംഗരോധി അഥവാ പുലിമുട്ട്. പൊക്കം കുറഞ്ഞ ഭിത്തികളായാണ് മിക്കപ്പോഴും ഈ പുലിമുട്ടുകൾ നിർമ്മിക്കപ്പെടുന്നത്. കപ്പലുകൾക്ക് കരയിലേക്ക് അടുക്കുവാനുള്ള പ്രവേശന കവാടം തുറന്നിട്ടുകൊണ്ടാണ് ഇവ നിർമ്മിക്കുന്നത്. പുലിമുട്ടിനാൽ സംരക്ഷിതമായ ശാന്തമായ സമുദ്രഭാഗം കപ്പലുകൾക്ക് നങ്കൂരമിടാൻ അനുയോജ്യമാണ്. ഈ കടലും പുഴയും സംഗമിക്കുന്ന സ്ഥാനങ്ങളായ അഴിമുഖങ്ങളിലാണ് ഇവ സാധാരണ നിർമ്മിക്കാറുള്ളത്. അഴിമുഖങ്ങളിൽ ജലത്തിന്റെ പ്രവാഹശക്തി കുറയുന്നതിനാൽ മണലും എക്കലും അടിഞ്ഞ് അഴിമുഖത്തിന്റെ ആഴം കുറയും. ഇത് വലിയ ബോട്ടുകളും മറ്റും അടുക്കുന്നതിനും സഞ്ചരിക്കുന്നതിനും തടസ്സം സൃഷ്ടിക്കും. പുഴയിലേക്ക് അടിച്ചു കയറുന്ന തിരകളും ബോട്ടുകൾ അടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനാണ് പുലിമുട്ടുകൾ നിർമ്മിക്കാറുള്ളത്. അഴിമുഖത്തിന്റെ വീതി കുറച്ച് കടലിനുള്ളിലേക്ക് ഇരുവശത്തു കൂടിയും ചെറിയ കരിങ്കൽ തിട്ടകൾ കെട്ടുക എന്നതാണ് ഇതിനു പിന്നിലെ ആശയം. വീതിയേറിയ സ്ഥലം പൊടുന്നനെ ഇടുങ്ങിയതാകുമ്പോൾ ഒഴുക്കിന്റെ ശക്തി വർദ്ധിക്കുകയും അടിത്തട്ടിലെ മർദ്ദം കുറയുകയും ചെയ്യും. ഈ 2 ഘടകങ്ങളും ചേർന്ന് അഴിമുഖത്തെ അടിഞ്ഞുകൂടിയ മണ്ണും മണലും കടലിലേക്ക് ഒഴുക്കും. മണ്ണും മണലും ഇവിടങ്ങളിൽ തുടർന്ന് അടിയാതെ ഇത് തടയുകയും ചെയ്യും. കടലിലേക്ക് വീതി കുറഞ്ഞു വരുന്ന രീതിയിൽ ഈ കെട്ട് നിർമ്മിച്ചിരിക്കുന്നതിനാൽ തിരമാലകൾ പുഴയിലേക്ക് തള്ളിക്കയറുന്നതും തടയുന്നു. ഇവ ഹാർബറിന്റെ പ്രവർത്തനത്തെ സുഗമമാക്കും. ഇവിടെ ബേപ്പൂർ 1 അപ്പുറത്ത് ചാലിയത്ത് 1 അങ്ങനെ 2 പുലിമുട്ടുകളാണ് ഉള്ളത്. 2നും ഇടയിലൂടെയാണ് കപ്പലും ബോട്ടുകളുമെല്ലാം കടലിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നത്. കുറച്ചുകൂടി സമയമുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ ബീച്ചിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്നു. ബീച്ചിൽ കുട്ടികൾ കളിക്കുന്നതും അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു. ബീച്ചിൽ നിന്ന് പോകുമ്പോൾ ഈ പുലിമുട്ടിൻ്റെ തുടക്കത്തിൽ കുറേ കടകളൊക്കെ ഉണ്ട്. അവിടെ ഐശ്വരതി ഉണ്ടാക്കുന്നത് കണ്ടു. ഐശ്വരതി ഭൂരിഭാഗം പേർക്കും അറിയായിരിക്കാം, അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ കോഴിക്കോട് ബീച്ച് സന്ദർശിക്കുന്ന ആൾക്കാരുടെ ഒരു ഇഷ്ട സാധനമാണ് ഈ ഐശ്വരതി.
ഐസിൻ്റെ വലിയ ബ്ലോക്ക് നമ്മുടെ ഈ മരം ചിന്തയിലിടുന്ന പോലെ ഇങ്ങനെ ഒരു ബ്ലേഡ് വെച്ച മരക്കഷ്ണത്തിൽ ഈ ഐസ് വെച്ച് ഇങ്ങനെ ഒരതുന്നതുകൊണ്ടാണ് ഇതിനെ ഐസൊരതി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഐസിൻ്റെ ഐസ് ഇങ്ങനെ പൊടിഞ്ഞിട്ട് താഴെ പിടിച്ച ഗ്ലാസ്സിലേക്ക് വീഴും. പിന്നെ അതിനകത്ത് വേറെ ചില സാധനങ്ങളൊക്കെ ചേർക്കും. മധുരത്തിന് വേണ്ടിയിട്ടൊരു വെള്ളം ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടാതെ വേറെ എന്തൊക്കെ ചെറിയ ഐറ്റംസൊക്കെ ചേർക്കും. ഇവിടത്തേക്കാളും കുറച്ചുകൂടി റിച്ചാണ് നമ്മൾ കോഴിക്കോട് ബീച്ചിൽ പോകുമ്പോൾ കിട്ടുന്ന ഐശ്വര്യതി. അതിനകത്ത് ഇവിടെ ചേർക്കുന്നതിനേക്കാളും കുറച്ചുകൂടി വേറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. റേറ്റും ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ ഇത് കഴിക്കുമ്പോൾ ഒരു വേറെ ഫീലാട്ടോ. കോഴിക്കോട് ബീച്ച് സന്ദർശിക്കുന്നവർ മിക്ക ആൾക്കാരും ഈ സാധനം കഴിക്കാതെ പോവാറില്ല. അപ്പോൾ ഐശ്വര്യതി ഉണ്ടാക്കുന്നതൊക്കെ കണ്ടതിന് ശേഷം ഞാൻ വീണ്ടും മറീന ജെട്ടിയിലേക്ക് നടന്നു. തിരിച്ചു നടക്കുമ്പോൾ നമ്മുടെ ബേപ്പൂർ അതുപോലെ ചാലിയം പുലിമുട്ടുകൾക്കിടയിലുള്ള ഈ വഴിയിലൂടെ കപ്പൽച്ചാല എന്നൊക്കെ പറയാം ഇതിനെ. കപ്പലൊക്കെ ഈ വഴിക്കാണ് പോകുന്നത്. അതിലൂടെ രാവിലെ മീൻ പിടിക്കാൻ പോയ മത്സ്യ തൊഴിലാളികൾ തിരിച്ച് വരുന്ന ദൃശ്യങ്ങൾ കണ്ടു. അവരുടെ ബോട്ടുകൾ ഇങ്ങനെ വരുമ്പോൾ അതിനെ ഫോളോ ചെയ്തിട്ട് നിറയെ പക്ഷികൾ ഇങ്ങനെ വട്ടമിട്ട് പറന്നുകൊണ്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അതിനകത്ത് മീനുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ഈ പക്ഷികൾ ഇങ്ങനെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത് വട്ടമിട്ടിട്ട്. ബോട്ട് വരാറായി. അപ്പോൾ അടുത്ത ട്രിപ്പിന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടത്. ബേപ്പൂരാണ് നമ്മുടെ സുൽത്താൻ്റെ നാട്. നമ്മുടെ ബേപ്പൂർ സുൽത്താൻ്റെ പറയാൻ പറ്റില്ലേ, ചിലപ്പോൾ വല്ല പാത്തുമ്മാൻ്റെ ആടോ മറ്റോ ആണെങ്കിലോ. ഞാനൊന്നും മിണ്ടാൻ പോയില്ല. അങ്ങനെ ആടിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ക്ലിയോപാട്ര പ്രൗഢിയോടെ കടന്നു വന്നത്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു ആ കടൽ യാത്ര. മുൻപ് കടലിൽ പോയിട്ടില്ലാത്തവർക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ആ യാത്രയുടെ കൂടുതൽ വിശേഷങ്ങളും വിശദമായ കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ എന്ന് പറയുമ്പോൾ ഒരുപാട് വൈകൊന്നുമില്ല. ഞാൻ നാളെ വൈകിട്ട് 7 മണിക്ക് തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യും. അതിനുശേഷമായിരിക്കും നമ്മുടെ 2ാം ആൻഡമാൻ യാത്രയിൽ കണ്ട കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത്. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേർക്ക് സബ്സ്ക്രിപ്ഷന് എന്തെങ്കിലും ചിലവുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. തികച്ചും സൗജന്യമായിട്ടാണ് നമുക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയുക. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ചിലവ് വരുന്നില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നാളെ കാണുന്നവരെ ബൈ.